ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് മൂന്നാർ പോയാലോ? അതൊന്നൊരു വ്യത്യസ്ത റൂട്ടിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ കൊണ്ടുവന്ന റോഡിൽ കൂടി തന്നെ നമുക്കൊന്ന് മൂന്നാർ പോയാലോ? അത് നമ്മുടെ വാഴക്കൃഷിനുള്ളിലൂടെ കണ്ട റോഡൊക്കെ വളരെ വളരെ അടിപൊളി കണ്ടീഷനാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. എന്തായാലും സീനറി ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. ആ മലയുടെ വ്യൂ ഒക്കെ വേറെ വേറെ ലെവലാണ്. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ ഒരു കിടിലം കാഴ്ചയുണ്ട്. അത് വേറെ ഒന്നുമല്ല, റോഡിൻ്റെ നടുക്ക് വാഴക്കൃഷി വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോ പാക്കലാം. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണ്ടുപിടിക്കുന്നത് മൂന്നാർ സീരീസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ ഒരു കിടിലം കാഴ്ച ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മൂന്നാറിലേക്കുള്ള റോഡിൽ ആരോ വാഴക്കൃഷി വെച്ചു. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇതിനുമ്പത് ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനച്ചാൽ റൂട്ടാണ്. ആക്ച്വലി സ്ഥലം അവിടെ നിന്ന് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഇതിലെ പോകുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടേക്ക് നല്ല രീതിയിലുള്ള 5G സ്പീഡ് 4G സ്പീഡ് നെറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വഴി തെറ്റിക്കത്തില്ല. ഗൂഗിൾ മാപ്പ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ പാക്കലാം. ആക്ച്വലി നമ്മൾ ഈ പോകുന്ന റോഡ് അത്ര സേഫ് ആണെന്ന് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, വന്യമൃഗങ്ങളല്ല. കാരണം ഈ റോഡ് ഇത്തിരി വളരെ മോശം കണ്ടീഷനാണ്. ചില ഭാഗം കുഴപ്പമില്ല, പിന്നെ വീതിക്കുറവുമുണ്ട്. നല്ല കുത്തനെയൊക്കെ ഏറ്റവും വളർന്നു തീരുവാണ്ട് ഈ റൂട്ട്. എന്തായാലും നല്ല അടിപൊളി കാഴ്ച നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കൂടുതലും കൃഷിയാണ് ആൾക്കാർ ചെയ്യുന്നത്. വാഴക്കൃഷി കുറേ ഉണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ റോട്ടിൻ്റെ നടുക്ക് വാഴക്കൃഷി ഉണ്ടെന്ന് അറിയാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആ കാഴ്ച കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് ആക്ച്വലി മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ റൂട്ട് അതേ പേര് പോകത്തില്ലെന്നാണ്. കാരണം റൈഡേഴ്സിന് ആരും ഇത് റൂട്ടും കാണുന്നില്ല. വളരെ അപൂർവം പേര് മാത്രമേ റോട്ടിൽ കാണുന്നുള്ളൂ. ഇത് നമ്മൾ വേറെ റൂട്ടാണേ, മറ്റേ അടിമാലി അല്ല കേട്ടോ, ഇത് ആനച്ചാൽ വരെയാണ്. എന്തായാലും ഈ റൂട്ട് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി റൂട്ട്. പക്ഷേ റോഡ് കണ്ടീഷൻ ഒന്ന് സെറ്റപ്പ് ആവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് റോഡ് വളരെ വളരെ മോശം കണ്ടീഷനായിരുന്നു. അപ്പോൾ കാണാം. പിന്നെ ഇവിടെ കടകൾ ഈ ഭാഗത്ത് വളരെ അപൂർവം മാത്രമേ കണ്ടുള്ളായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡ് കഴിക്കുക. കണ്ട ഇവിടെ നിന്ന് ലൈറ്റ് എടുത്ത് നമ്മൾ പോകുന്നതാണ്. ഈ ഭാഗത്തെ റോഡൊക്കെ നല്ല രീതിയിലുള്ള കുത്തനെ കയറ്റം ഉണ്ട്. പക്ഷേ ക്യാമറയിൽ ആ കുത്തനെ കയറ്റം അത്രയൊക്കെ വിസിബിൾ ആവുന്നില്ലെങ്കിലും ക്യാമറ കാണുന്നില്ല, നല്ല അത്യാവശ്യം നല്ല കയറ്റം തന്നെയുണ്ട്. എന്തായാലും അടിപൊളി റൂട്ട് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ സൂക്ഷിച്ചും ട്രൈ ചെയ്ത് പോവുക. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കുറച്ച് വാഴക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിലേക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. ആക്ച്വലി കയ്യിലുള്ള ഗോപ്പർ ആയതുകൊണ്ട് ഒരു പഴുതി ഉണ്ട് നമുക്ക് ലോങ് ഷോട്ട് ഇടാനായിട്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത റൂട്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മളിതാ ചെന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മോ, കണ്ട കുണ്ടും കുഴിയൊക്കെ ആയി തുടങ്ങിയാണ് ചില ഭാഗത്തൊക്കെ. അങ്ങനെ നമ്മളിതാ ഇതിലെ KCBൻ്റെ ലൈൻ പോകുന്നതുകൊണ്ട് നമുക്കൊരു ധൈര്യം കിട്ടാറുണ്ട്. കാരണം ആൾതാമസമുള്ള ഏരിയ കൂടെ ആയിക്കോലെ KCBൻ്റെ ലൈൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു മഞ്ഞ കളറിൻ്റെ പൂവുണ്ടായിരുന്നു. ആ പൂവിൻ്റെ പേരൊന്ന് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആക്ച്വലി എനിക്ക് എന്താണ് ആ പൂവിൻ്റെ പേര് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിതാ ആക്ച്വലി ഇതൊരു അങ്ങനെ റോഡ് മാറി ഓഫ് റോഡ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡാണ് ഈ ഭാഗത്ത്. എന്തായാലും മൂന്നാറിലേക്ക് കൊണ്ട് റോഡൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുള്ളതാണ്. കാരണം ഈ ടൂറിസം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പൊടിക്കും. ആക്ച്വലി ഈ റോഡ് വളരെ അപൂർവം പേര് മാത്രം മൂന്നാർ പോകത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. റോഡിൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഏതൊരു പള്ളി ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നു വയസ്സ് അടുത്ത് തന്നെ ഇട്ട് കണ്ട. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഒരു പള്ളി കണ്ടു. ഒരു രക്ഷയില്ല. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ മൂന്നാറെത്താൻ ഇവിടെ ആക്ച്വലി ഒരു 10-20 കിലോമീറ്ററോളം ദൂരം ഉണ്ട് നമുക്ക് മൂന്നാറെത്താനായിട്ട്. എന്തായാലും നല്ല ഒത്തിരി നല്ല അടിപൊളി കൃഷി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. എന്തായാലും റോഡിൽ പോകുമ്പോൾ നല്ല സൈലൻ്റ് ആണ് കേട്ടോ. ഒരു വണ്ടികളോ വേറെ ആരും ശല്യമില്ല, നമ്മൾ മാത്രമുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ മൂന്നാർ പോകുമ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്ക് കിട്ടാറുണ്ടല്ലോ. ഇതിലെ പോയപ്പോൾ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഒന്നും അങ്ങനെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിതൊരു ചെറിയ രീതിയിലുള്ള ഓഫ് റോഡല്ല, എന്നാലും പോയി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഓഫ് റോഡ് ചെയ്ത് കളിക്കുകയാണ്. കുത്തനെ കയറ്റമാണ്. റോഡിൻ്റെ വീതിക്കുറവായതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പോകാട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. എതിരെ വണ്ടി വന്നാൽ പണി മാറും, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ഒരു രക്ഷയില്ല. ആ മലേൻ്റെ വ്യൂ ഒക്കെ ഒരു അടിപൊളി വ്യൂ ആണ്. അത് നമ്മുടെ ക്യാമറയിൽ അത്രമാത്രം അതങ്ങോട്ട് കിട്ടുന്നില്ല ഭംഗി, നേരെ കാണുന്ന ഭംഗിയെ. എൻ്റെ അമ്മ ഒരു ഇവിടെ എന്താ കൃഷിയൊക്കെ കാണാൻ നല്ല സൂപ്പറാണ്. ആൾക്കാർ അത് ഇങ്ങനെ എന്താ പറയണത്, ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നല്ല ഒത്തിരി കൃഷി ഈ ഭാഗത്ത് കാണുന്നുണ്ട്. എന്തൊക്കെ കൃഷിയാണെന്നുള്ളത് നമ്മൾ ചെന്ന് നോക്കണ്ട. പക്ഷേ ആക്ച്വലി നമ്മൾ ചെല്ലുന്നില്ല, കാരണം നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. റൈറ്റ് സൈഡിൽ വനമാണെന്ന് തോന്നുന്നു ചില ഭാഗത്തോട്ടൊക്കെ. അങ്ങനെ ആ കട്ട ഓഫ് റോഡോട് കയറി. ആക്ച്വലി ഇത് ഓഫ് റോഡല്ല, റോഡ് പൊളിഞ്ഞു പോയതാണ്ടാ. പൊട്ടിപ്പൊളിഞ്ഞുണ്ടാ നോക്കി. ചില ഭാഗത്ത് ടാറ് കാണുന്നുണ്ട്. ആക്ച്വലി മഴയത്ത് ടാറ് ഒലിച്ചു പോയാന്ന് തോന്നുന്നുണ്ട്.
ഇവിടെ മണ്ണടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അത് ചോദിക്കേണ്ടി വരും. അങ്ങനെ നമ്മളിപ്പോൾ മറ്റേ വാഴക്കൃഷി നട്ടേക്കണ ഭാഗത്തായിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയായിരുന്നു. ചേട്ടൻ പറഞ്ഞാണ് ഈ റോഡിന് നടുക്ക് മൊത്തം വാഴക്കൃഷി ചെയ്യണമെന്നുള്ളത്. അതെന്തായാലും ഒരു അത്ഭുത കാഴ്ചയായിരിക്കും. കാരണം നമ്മുടെ നമ്പർ 1 കേരളത്തിൽ റോഡിലും വാഴക്കൃഷി ഒക്കെ എന്നുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളി കാഴ്ചയല്ലേ. അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം. എൻ്റെ അമ്മോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. റോഡ് പൊട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളി ഞാനേ, എൻ്റെ ദൈവമേ നോക്കിയേ, അയ്യോ ഒട്ടും റോഡില്ല. ആക്ച്വലി നല്ല റോഡാണ്. ഇത് മഴയത്തെങ്ങാണ്ടും പോയതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും നമുക്കപ്പോൾ ആ കാഴ്ച ഒന്ന് കാണാട്ടാ. കുത്തനെ കയറ്റം കയറി നമ്മളിതാ തിരിയാനാണ്. നല്ല കയറ്റമുണ്ട് ഈ റോഡ്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ജീപ്പാണ് യൂസ് ചെയ്യാൻ തോന്നുന്നത്. കാരണം ഒത്തിരി ജീപ്പ് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോഴെന്തായാലും നമ്മൾ അടിപൊളി സ്പോട്ട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. ലെഫ്റ്റ് സൈഡിലെ കാഴ്ച കൊള്ളാം, റൈറ്റ് സൈഡിലെ കാഴ്ച കൊള്ളാം. ചില ഭാഗത്ത് വാഴക്കൃഷിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റോഡിന് നടുക്ക് വാഴക്കൃഷിയാണെന്നാണ് അറിയാൻ പറ്റിയായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു നിസാൻ വണ്ടി വരുന്നുണ്ട്. റോഡൊക്കെ ഭയങ്കര ശോകമുണ്ട് ഇവിടെയൊക്കെ. എത്രയും പെട്ടെന്ന് റോഡൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ റെഡിയാക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് വളരെ മോശമായിരുന്നു കണ്ടീഷൻ. ഇപ്പോൾ ചിലപ്പോൾ റെഡിയാക്കി കാണണം. എന്തായാലും ഈ റോഡ് ഒന്നും കൂടി നമുക്ക് പോകാൻ നോക്കാം. ആ ലെഫ്റ്റ് സൈഡിൽ ആ മലയുടെ വ്യൂ ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്ത് ആ മറ്റേ വീടിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. പിന്നെ ചില ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് ആ മലയുടെ ടോപ്പൊക്കെ കുറച്ച് വീട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ക്യാമറയിൽ അത് വിസിബിൾ ആവുന്നില്ല. എൻ്റെ അമ്മ, അപ്പം നമ്മളിതാ നമ്മുടെ വാഴ കൃഷി കാണാനുള്ള ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് കണ്ട ഒന്നാമത്തെ വാഴ. ക്രോഡ് നോക്കിയാൽ പൊട്ടിപ്പൊളഞ്ഞെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നല്ല കുത്തനെ കയറ്റമുണ്ട് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കുത്തനെ കയറ്റമാണ്. ഞാൻ ഇറങ്ങേണ്ട ഒന്നായിരുന്നു ആ വണ്ടി കയറാനായിട്ട്. അത്ര റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് ആ വാഴക്കൃഷി ഒന്ന് കാണാം. എന്തായാലും വാഴ നല്ല അടിപൊളിയായിട്ട് മുളക്കണുണ്ട്, നിൽക്കണുണ്ട്. നോക്കിയാൽ എത്ര എണ്ണമെന്നൊക്കെ വെച്ചാൽ 1, 2, 3, 4 എണ്ണം. എൻ്റെ അമ്മോ, അങ്ങനെ നമ്മുടെ മൂന്നാർ പോണ റോഡിൽ അടിപൊളി വാഴക്കൃഷിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ട നന്നായിട്ട് വാഴ നിൽക്കണുണ്ട്. ഇനി കൊലക്കോന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും അടിപൊളി. അപ്പോൾ ഒരു വാഴ ചീത്തായി പോകട്ടോ, അതിന് വണ്ടിടിച്ച് അതേ കണ്ടത്. ഓക്കെ, ഇവിടുത്തെ പാവം വാഴ ചീത്തായി പോയി. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ കാണുന്ന കുത്തനെ കയറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ഞാനിപ്പം നടന്ന് ഷൂട്ട് ചെയ്യാനാണേ. കൂട്ടുകാരൻ കയറി പോയി അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ നടന്നാണ് ഇപ്പോൾ പോണത്. എൻ്റെ അമ്മ നല്ല കയറ്റമുണ്ടോ, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഈ പാട്ട് പിടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആറായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ അടുത്ത പാട്ടിട്ട് വരാം. സ്റ്റേ ട്യൂൺ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.